നമ്മൾ CPI സമ്മേളന വേദി ആലപ്പുഴയിലെ സമ്മേളന വേദിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ആർ ശ്രീജിത്ത് തുടരുന്നുണ്ട്. ശ്രീജിത്ത്, ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട് കേന്ദ്ര സംസ്ഥാന നേതാക്കൾ, CPIയുടെ പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ വേദിയിൽ നമ്മൾ കാണുന്നുണ്ട്. പുതിയ കൗൺസിൽ നിലവിൽ വന്നതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു ഫോട്ടോ സെഷൻ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. എന്തായാലും ആ ദൃശ്യങ്ങൾ കാണുന്നു. ശ്രീജിത്ത് പറഞ്ഞു വരികയായിരുന്നു ഈ പുതിയ സെക്രട്ടറിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളും CPI ഒരു 2 തെരഞ്ഞെടുപ്പുകൾ, ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതിന് തൊട്ടു മുമ്പ് തദ്ദേശ തെരഞ്ഞെടുപ്പ്, 2 തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ പോകുന്നുണ്ട്. നേരത്തെ ഈ പോലീസ് വിമർശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, തൃശ്ശൂരിലെ പാർട്ടിയുടെ പരാജയം ഉൾപ്പെടെ, അല്ലെങ്കിൽ MR അജിത് കുമാറിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്ന വിഷയങ്ങളൊന്നും ഈ റിപ്പോർട്ടുകളിൽ പരാമർശിക്കാത്തത് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന ഒന്നും വേണ്ട എന്ന ബിനോയ് വിശ്വത്തിന്റെ തീരുമാനത്തിന് തുടർന്നാണ് എന്നൊക്കെ വാർത്തകൾ വന്നിരുന്നു. അപ്പോൾ സർക്കാരുമായി ചേർന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു അപസ്വരം, കല്ലുകടി ഒന്നും ഉണ്ടാവാതെ നോക്കുന്ന ഒരു നേതാവ് എന്നതാണ് ബിനോയ് വിശ്വത്തിന്റെ ഒരു പ്രത്യേകത. CPM-ന് ബിനോയ് വിശ്വം കുറെ കൂടി ആ മട്ടിൽ, ആ നിലയ്ക്ക് സ്വീകാര്യനാകും എന്നതും ഈ ഘട്ടത്തിൽ നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണല്ലോ ശ്രീജിത്ത്. വിജയകുമാർ, ഏകണ്ഠമായിട്ടാണ് CPIയുടെ പുതിയ സംസ്ഥാന കൗൺസിൽ യോഗം ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. പാർട്ടിയെ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ, പ്രത്യേകിച്ചും നിർണായകമായ 2 തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാനിരിക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും CPIയും. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ നടക്കുന്ന സമയത്ത് പാർട്ടിക്കകത്ത് ഒരു തരത്തിലുള്ള അവസരങ്ങളും ഉണ്ടാകരുത്, ഒരു തരത്തിലുള്ള വിഭാഗീയ പ്രശ്നങ്ങളും ഉണ്ടാകരുത് എന്ന ബോധ്യം നേതാക്കന്മാർക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഏകണ്ഠമായി എടുത്ത തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ബിനോയ് വിശ്വം വീണ്ടും CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായി മാറിയിരിക്കുന്നത്. നേരത്തെ കാനം രാജേന്ദ്രന്റെ നിര്യാണത്തിന് ശേഷമാണ് ബിനോയ് വിശ്വത്തെ സംസ്ഥാന സെക്രട്ടറിയായി നിശ്ചയിച്ചത്. അന്ന് അദ്ദേഹം സമ്മേളനത്തിലൂടെയല്ല സെക്രട്ടറി ആയത്. ഇത്തവണ സംസ്ഥാന സമ്മേളനം തെരഞ്ഞെടുത്ത സെക്രട്ടറിയായി ബിനോയ് വിശ്വം മാറുന്നു. ഇപ്പോൾ ബിനോയ് വിശ്വം അല്പസമയത്തിനകം മാധ്യമങ്ങൾ കാണും. മാധ്യമങ്ങൾ അദ്ദേഹത്തിന്റെ പ്രതികരണം ആരായനായി കാത്തുനിൽക്കുന്നു. എന്നാൽ അദ്ദേഹം ഇപ്പോൾ ഈ സ്റ്റേജിൽ നിന്ന് താഴേക്ക് എത്തിയ ശേഷം പ്രതികരിക്കാമെന്ന ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം ബിനോയ് വിശ്വം മാധ്യമങ്ങളെ കാണും. CPIയുടെ ചരിത്രത്തിൽ വളരെ വേഗത്തിൽ തന്നെ ഒരു തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായ ഒരു ഘട്ടമാണ്. ഇപ്പോൾ ഈ സമ്മേളനത്തിൽ പ്രായപരിധിയെ തുടർന്ന് ഒഴിഞ്ഞ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി E ചന്ദ്രശേഖരനും ബിനോയ് വിശ്വവും പരസ്പരം ആലിംഗനം ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത്. എന്തായാലും CPIക്കകത്ത് ഒരു ഒരുമയുടെ സന്ദേശം നൽകിക്കൊണ്ട് അവസാനിക്കുന്ന ഒരു സമ്മേളനമായിരിക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം വ്യക്തമാക്കുന്നത്. ബിനോയ് വിശ്വം സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വാർത്താ സമ്മേളന വേദിയിൽ ഉണ്ടാകും. വൈകാതെ നമ്മൾ ആ ഘട്ടത്തിൽ അതിന്റെ വിശദാംശങ്ങളിലേക്ക് വരാം എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ടോ ബിനോയ് വിശ്വം? ശ്രീജിത്തിന്റെ ചോദ്യങ്ങളോട് ഈ ഘട്ടത്തിൽ ബിനോയ് വിശ്വം പ്രതികരിക്കുന്നുണ്ടോ, അതോ വാർത്താ സമ്മേളനത്തിൽ മാത്രമേ ഉള്ളൂ? ഇപ്പോൾ തന്നെ മാധ്യമങ്ങളെ കാണുമെന്നാണ് ബിനോയ് വിശ്വം അറിയിച്ചിരിക്കുന്നത്. അല്പസമയത്ത് ഏതാനും നിമിഷങ്ങൾക്ക് അദ്ദേഹത്തിന്റെ ഇപ്പോൾ വരും. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് പോകാം. സമ്മേളന വേദിയിൽ അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം മാധ്യമങ്ങളെ കാണുന്നുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ അദ്ദേഹം ബിനോയ് വിശ്വം മറുപടി പറയാൻ തയ്യാറെടുക്കുകയാണ്. നേരത്തെ നമുക്കറിയാം, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പല വിമർശനങ്ങൾ, നേതൃത്വത്തിനെതിരെ ഉയർന്ന ചോദ്യങ്ങൾ, അതുപോലെ പോലീസുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടാകാതിരുന്നത് അടക്കമുള്ള വിഷയങ്ങളിൽ ധാരാളം ചോദ്യങ്ങൾ മാധ്യമങ്ങൾക്ക് ഉണ്ട് ബിനോയ് വിശ്വത്തോട് ചോദിക്കാൻ. അതൊക്കെ ഉയർന്നു വരും, അതിനൊക്കെ മറുപടി പറയും എന്ന് കരുതാം. The state conference of our party in Kerala was held in Alappuzha for 3 days. It has come to a successful end. The state conference unanimously re-elected Comrade Binoy Vishwam as the secretary of our party in Kerala. And he will be the secretary for the coming years, and his election was unanimous, and he has been re-elected as secretary of our state unit in Kerala. Our party conference at the end of its session re-elected him. So our party conference ended with a great hope and great inspiration. And in the coming days, our party will be more active and more with people and taking up all challenges, particularly the challenges coming from
the communal right-wing fascist forces, the BJP, RSS combined, in order to save the constitution, in order to save the nation and Kerala. Our secretary will function with all his effective and rich experience in politics and his own understanding of political ideological issues. He will successfully lead our party. We convey our best wishes to Comrade Binay Vishwam. He will speak to you what is his perspective and how he is going to take the party forward in the state of Kerala. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാ കാലത്തും നിങ്ങളെല്ലാവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് സ്നേഹം സൃഷ്ടിച്ചവരാണ്. പാർട്ടി പ്രവർത്തനങ്ങളെ അടുത്തു നിന്ന് കണ്ടുകൊണ്ട് ജനങ്ങളെ അറിയിക്കാനായി ശ്രമിച്ചവരാണ്. മാധ്യമങ്ങളോട് ഞങ്ങളുടെ ബന്ധം എല്ലാ കാലത്തും സൗഹാർദ്ദപരമായിരുന്നു. നാളെയും അങ്ങനെ ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വിമർശനങ്ങളെല്ലാം ഉള്ളപ്പോഴും മാധ്യമങ്ങളുടെ പൊതുവായിട്ടുള്ള പിന്തുണയെപ്പറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നന്ദിയോടെ സ്മരിക്കുന്നു. ആലപ്പുഴ സമ്മേളനം എല്ലാ പ്രകാരത്തിലും വിജയകരമായി സമാപിച്ചിരിക്കുന്നു. ഇപ്പോൾ നിങ്ങളോട് മുൻകൂട്ടി ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിനോയ് വിശ്വം ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കാണുകയാണ്. ചോദ്യങ്ങളോട് അല്പസമയത്തിനകം അദ്ദേഹം പ്രതികരിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.